മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വാമദേവനാണെങ്കിൽ മഹാലക്ഷ്മി പൈസ കൊടുക്കുമെന്നുള്ള സന്തോഷത്തിൽ തന്നെയാണ്. ആ സമയത്ത് സീമന്തിനിക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നാലും സീമന്തിനി ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങളല്ലേ തെറ്റുകാരൻ? പിന്നെ മഹാലക്ഷ്മിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് പൈസ വാങ്ങണ ശരിയാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും നീ ഇപ്പം ചിന്തിക്കേണ്ട, എന്തായാലും കണ്ണൻ ഇനി സഹായിക്കുമെന്നൊന്നും അറിയില്ല. ഇനി നമ്മൾക്ക് രക്ഷയായിട്ട് മഹാലക്ഷ്മി ഉള്ളൂ. മഹാലക്ഷ്മി എന്ന് പറയുമ്പം അവളൊരു മഹാലക്ഷ്മി തന്നെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ അനന്തുവിനോടും ലേഹയോടും മഹാലക്ഷ്മി ചെന്ന് സത്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അനന്തുവും ലേഹയും പറയുന്നുണ്ട്, അത് ശരിയാവില്ല, നമ്മളിപ്പോൾ 10 ലക്ഷം കൊടുത്താൽ അയാൾ ഇനി ചോദിക്കുന്നത് 20 ലക്ഷമായിരിക്കും, പിന്നെ 25 ലക്ഷമായിരിക്കും, നമ്മളതൊക്കെ കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല കണ്ണൻ അറിയാതെ നമുക്ക് പൈസ കൊടുക്കാനും പറ്റില്ല. കണ്ണനോട് പറഞ്ഞാൽ കണ്ണൻ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ആൻസർ പറയാനും പറ്റില്ല. ഇനി ഇതിന് വേറൊരു മാർഗ്ഗമുണ്ട്. മാർക്കോയെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ മാർക്കോ അയാളുടെ എല്ലാ ആർത്തിയും മാറ്റി കൊടുത്തോളും. പിന്നെ അയാൾ ജീവനോടെ ഇരിക്കണമെന്ന് വരെ മാർക്കോ തീരുമാനിക്കും. പിന്നെ അയാളെ കൊണ്ട് നമുക്കൊരു ശല്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ലേഹ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ പൈസ കൊടുക്കരുത്, പൈസ കൊടുത്താൽ അയാൾ വീണ്ടും വീണ്ടും അത് ചോദിച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം, ഇതിനൊരു അവസാനം കാണണം, ഇല്ലെങ്കിൽ എന്നും ഇങ്ങനെ ഈ ടെൻഷനും ഉള്ളിൽ വെച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഓവർ ടെൻഷനുണ്ട്, ഞാനിതിന് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ ഇറങ്ങുന്നുണ്ട്. അന്നേരം അനന്തു ലേഖം ചോദിക്കുന്നുണ്ട്, മഹീദ് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുമ്പം അതെല്ലാം ഞാൻ പോയി വന്നിട്ട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് മഹി കാറ് കയറിപ്പോയതും അനന്തു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മഹി പോയത് മാർക്കോയെ കാണാനാണോ അതോ കണ്ണനെ കാണാനാണോ എന്ന് ചോദിക്കുമ്പം അറിയില്ലല്ലോ അനന്തു ചേട്ടാ, എന്തായാലും പോയി വന്നിട്ട് പറയാമെന്നല്ലേ പറഞ്ഞ്. മഹി പോയി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ആ അമ്മാവൻ നമ്മളുടെ പിന്നാലെ തന്നെ കൂടും, പിന്നെ അയാൾക്ക് എത്ര കാശ് കൊടുത്താലും അയാളുടെ ആർത്തി മാറുമില്ല, കണ്ണൻ്റെ സമ്പാദ്യം മൊത്തം അയാൾക്ക് കൊടുക്കേണ്ട വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിൽ ആലോചിച്ചിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി കയറി ചെല്ലുന്നുണ്ട്. മഹാലക്ഷ്മി കയറി ചെല്ലുന്ന സമയത്ത് കണ്ണൻ മഹാലക്ഷ്മിയെ കാണണമൊന്നുമില്ല. എന്നിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അടുത്തേക്ക് എന്നിട്ട് കണ്ണേട്ട എനിക്ക് കണ്ണേട്ടനോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ തൻ്റെ ഒരു സംസാരം എനിക്ക് കേൾക്കണ്ട, ഇതിനു മുമ്പ് സംസാരിക്കാനൊക്കെ സമയമുണ്ടായിരുന്നല്ലോ, ഇനി ആരും എന്നോട് സംസാരിക്കാനും വരണ്ട, ഒന്നും പറയാനും വരണ്ട, എനിക്ക് തന്നെ വിശ്വാസമില്ല, വിശ്വാസം ഉണ്ടായിരുന്നു അത് താനായിട്ട് തന്നെ തകർത്തു. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി കണ്ണേട്ട, ഞാൻ അറിയാതെ ചെയ്തതാ, എന്തായാലും അത് ഇത്രയും വലിയ പ്രശ്നമാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, എനിക്ക് കുറേ അധികം സത്യങ്ങൾ കണ്ണേട്ടനോട് തുറന്ന് പറയാനുണ്ടെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കൊരു സത്യവും കേൾക്കണ്ടെന്ന് പറഞ്ഞതും മഹാലക്ഷ്മി കണ്ണൻ്റെ ഈ തർക്കുത്തരമൊന്നും വക വയ്ക്കാതെ തന്നെ പറയുന്നുണ്ട്, അന്ന് കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ വണ്ടിയിലേക്ക് ലോറി ഓടിച്ച് കയറ്റിയില്ലേ, അത് എൻ്റെ രണ്ടാനച്ഛനാണ്, അന്ന് ആ ലോറിയിൽ ഞാനും ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് എല്ലാവരെയും ഭയന്നിട്ട് ഇതുവരെയും തുറന്ന് പറയാതെ ഇരുന്ന്, ഇപ്പം എൻ്റെ രണ്ടാനച്ഛന് സമനില തെറ്റിയപ്പോൾ അതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാം, അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ണേട്ടനെ വീട്ടിലോട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ തടഞ്ഞേന്ന്. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കാര്യവും കേൾക്കണ്ടെന്ന്, പിന്നെ എന്തിനാ എന്നോട് ഇതൊന്ന് പറയണേന്ന് പറയുമ്പോൾ എനിക്കിത് കണ്ണേട്ടനോട് പറയണം, കണ്ണേട്ടനെ അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഇപ്പം തന്നെ പലരും അതും പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പം കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആലോചനയോടുകൂടി മഹാലക്ഷ്മിയുടെ നേരെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കണേന്ന് പറയുമ്പം വേറെ ആരുമല്ല കണ്ണേട്ടൻ്റെ അമ്മാവൻ തന്നെ, കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ രണ്ടാനച്ഛനാന്ന് കണ്ണേട്ടനോട് പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ പൈസ കൊടുക്കണമെന്നാണ് പറയണേ, എനിക്കെന്തായാലും അയാൾക്ക് പൈസ കൊടുക്കാനൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ പൈസ കൊടുത്താൽ തന്നെ അയാൾ നമ്മളുടെ സമ്പാദ്യം മൊത്തം കിട്ടിയാലും അതിൽ നിന്ന് പിന്മാറുമില്ല, നിരന്തരം എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും, എന്തായാലും ഈ സത്യങ്ങൾ കണ്ണേട്ടനെ അറിയണം, കണ്ണേട്ടനെ അറിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്നെ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്താനൊന്നും പറ്റില്ല എന്ന് പറയണം. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും സത്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞതാ, അതോടുകൂടിയാണ് എനിക്ക് തന്നെയും അനന്തുവിനെയും ലേഖേനെയും ഉള്ള വിശ്വാസം തന്നെ പോയത്, ഇനി ഒരിക്കൽ കൂടി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് താൻ വരരുത്, തന്നെ എനിക്ക് വെറുപ്പ, എൻ്റെ അച്ഛനെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് തനിക്കറിയായിരുന്നു, എന്നിട്ടും താൻ ഈ സത്യം എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ, ഇപ്പം തന്നെ നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷത്തിൽ കൂടുതലായി, എന്നിട്ടും താൻ ഇതെന്നോട് പറയാൻ തയ്യാറായില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് എൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമല്ല കണ്ണേട്ട, കരുണയുടെ ജീവിതത്തെക്കുറിച്ച് കൂടി ഓർത്തിട്ടാ, മരിച്ചത് കണ്ണേട്ടൻ്റെ അച്ഛൻ മാത്രമല്ലല്ലോ, ഉണ്ണിയുടെയും കൂടി അച്ഛനല്ലേ, സ്വന്തം അച്ഛനെ കൊന്ന ആളുടെ മകളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഉണ്ണിക്ക് പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് കണ്ണേട്ടാ ഞാൻ ഇതുവരെയും സത്യങ്ങളൊന്നും പറയാതിരുന്നത്, പിന്നെ ഞാനിതിൽ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അന്ന് എനിക്ക് 5 വയസ്സ് പ്രായമുള്ളൂ, അന്ന് ഞാൻ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാൻ ഞാൻ കൂട്ടി നിന്നിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം എനിക്കൊന്നും കേൾക്കണ്ട, താൻ ഇവിടുന്ന് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റീനെ വിളിച്ച് തന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് പറയുന്നത്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്നെ പുറത്താക്കിയാലും കുഴപ്പമില്ല, എന്തായാലും ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇതിൽ കൂടുതൽ ടെൻഷൻ ചുമന്നുകൊണ്ട് എടുക്കാൻ പറ്റില്ല, അത് ചിലപ്പോൾ നമ്മളുടെ കുഞ്ഞിനെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞതും കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമമാവുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യം കേട്ടതും. അപ്പോൾ കണ്ണനൊന്ന് സോഫ്റ്റ് ആവുന്നുണ്ടെങ്കിലും
വീണ്ടും കണ്ണൻ്റെ മനസ്സിലേക്ക് വരുന്നത് അന്ന് ബൈക്കിൽ പോണ സമയത്ത് ഈ പ്രതാപൻ്റെ ലോറി ബൈക്കിലേക്ക് ഓടിച്ച് കയറ്റിയതും അച്ഛൻ ബൈക്കിൽ നിന്ന് തെറിച്ച് പോയത് റോട്ടിൽ തലയിടിച്ച് വീണ് മരിച്ചതൊക്കെ അങ്ങനെ ഓർക്കുമ്പം എനിക്കിനി ഒന്നും കേൾക്കണ്ട, താനുമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല, കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഈ നിമിഷം താൻ ഇവിടുന്ന് പോകണമെന്നും പറഞ്ഞ് കണ്ണനാണെങ്കിൽ ദേഷ്യപ്പെട്ട് മഹാലക്ഷ്മിയോട് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ സത്യങ്ങളെല്ലാം കണ്ണേട്ടനോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി എന്ത് വേണമെന്ന് കണ്ണേട്ടന് തീരുമാനിക്കാം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല, പൊറുക്കാൻ പറ്റുമെങ്കിൽ പൊറുക്കാം, എന്തായാലും ഞാൻ പോവുക കണ്ണേട്ടാന്നും പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി തന്നെ മഹാലക്ഷ്മി പോകുന്നുണ്ട്. മഹാലക്ഷ്മി പോയി കഴിഞ്ഞതും കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മഹാലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണൻ്റെ മനസ്സിലേക്ക് വരുമ്പം കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിൽ മഹി തെറ്റുകാരിയൊന്നുമല്ല, 5 വയസ്സുള്ളൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തും ലേഹയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. മഹാലക്ഷ്മി പോയിട്ടാണെങ്കിൽ കാണുന്നില്ല, മഹാലക്ഷ്മിയെക്കുറിച്ച് ഒരു വിവരമില്ല, വിളിച്ചിട്ട് ഫോണും കൊടുക്കണില്ല. ഇനി മഹി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നമായി കാണോ, ഇനി കണ്ണൻ എങ്ങനെ പെരുമാറി കാണുമെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും കണ്ണേട്ടൻ നന്നായിട്ടൊന്നും പെരുമാറി കാണൂല. കാരണം കണ്ണേട്ടൻ്റെ മനസ്സിൽ അത്രയ്ക്കും ദേഷ്യമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കണ്ണൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നണേന്ന് പറയുമ്പോൾ ലേഹയും പറയുന്നുണ്ട്, ആയിരിക്കും അനന്തൂട്ട, അല്ലാതെ നിസാര കാര്യത്തിനൊന്നും കണ്ണേട്ടൻ മഹിയോട് ഇത്രയധികം ദേഷ്യം കാണിക്കില്ല, മഹിയോട് മാത്രമല്ലല്ലോ നമ്മളോടും ദേഷ്യമല്ല കാണിക്കണം. അപ്പോൾ സത്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് കണ്ണേട്ടനിൽ നിന്നും അത് മറച്ചു വെച്ചു എന്ന് തോന്നിയിട്ടായിരിക്കും നമ്മളോട് ഈ ദേഷ്യം കാണിക്കണം. എന്തായാലും മഹി വരട്ടെ, മഹി വന്നതിന് ശേഷം നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഇതേസമയം നമ്മളുടെ വാമദേവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, വാമേട്ടൻ കുറേ ദിവസം കൂടി ഇന്നാണല്ലോ ഇത്ര സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കണേന്ന് ചോദിക്കുമ്പോൾ പിന്നെ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ സീമന്തിനി, അതുപോലെയുള്ളൊരു കോളല്ലേ നമുക്ക് വന്ന് കിട്ടിയേക്കണേ, ഇനി നമുക്ക് എത്ര പൈസ ആവശ്യമുണ്ടെങ്കിലും വേറെ എങ്ങോട്ടും അന്വേഷിച്ച് പോകണ്ട, മഹാലക്ഷ്മിയുടെ അടുത്ത് പോയി ചോദിച്ചാൽ മഹാലക്ഷ്മി തരുമെന്ന്. അന്നേരം ഈ സീമന്തിനി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ മഹാലക്ഷ്മി സത്യങ്ങളെല്ലാം കണ്ണനോട് തുറന്നു പറഞ്ഞാലോ വാമേട്ടാന്ന് ചോദിക്കുമ്പോൾ അവളങ്ങനെ സത്യങ്ങൾ കണ്ണനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ദാമ്പത്യ ജീവിതം അതോടുകൂടി ഗോവിന്ദയാവും. അത് കാരണം അവൾ അതിനൊന്നും നിൽക്കില്ല, അവൾ ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടേ നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ മാമേട്ടന് പൈസ തന്നത് കണ്ണന് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ അവൾ എങ്ങനെയെങ്കിലും മറച്ചു വെച്ചോളും. ഈ ഒരു രഹസ്യം മറച്ചു വയ്ക്കാമെങ്കിൽ പൈസ തരുന്ന കാര്യമാണോ അവൾക്ക് മറച്ചു വയ്ക്കാൻ പറ്റാത്തത്. എന്തായാലും നമ്മളുടെ സമയം തെളിഞ്ഞടി, ഇനി മേഘനെ നല്ല രീതിയിൽ ചികിത്സിക്കുകയും ചെയ്യാം, സ്വാതിക്കാണെങ്കിൽ നല്ല ആലോചനകൾ ഏതെങ്കിലും നോക്കുകയും ചെയ്യാം. ഇനി കണ്ണൻ്റെ സഹായമൊന്നും വേണ്ട സ്വാതിയുടെ വിവാഹം നടത്താൻ, നമുക്ക് സ്വാതിയെ കോടികൾ സ്ത്രീധനം കൊടുത്ത് രാജകുമാരിയെ പോലെ വിവാഹം കഴിച്ചയക്കാം, അതും നമ്മളുടെ പൈസ കൊണ്ടല്ല കണ്ണൻ്റെ പൈസ കൊണ്ടെന്നും പറഞ്ഞിങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ കാറിൽ അനന്തുവിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. കാറിൻ്റെ സൗണ്ട് കേട്ടതും അനന്തുവും ലേഹയും ഓടി വരുന്നുണ്ട്, മഹി വന്നു എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ ഓടി വരുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്ത് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹി എന്നും പറഞ്ഞുകൊണ്ട് ലേഹയും അനന്തുവും കൂടെ ഓടി മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നതും മഹാലക്ഷ്മി ആണെങ്കിൽ കുഴഞ്ഞു വീഴുന്നുണ്ട്. വീണ പാടെ നമ്മളുടെ ലേഹയും അനന്തുവും കൂടെ ചേർന്ന് മഹാലക്ഷ്മിയെ താങ്ങി എടുത്തിട്ട് വേഗം തന്നെ അനന്തുവിൻ്റെ കാറ് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്തൊക്കെ ലേഹ വിളിക്കുന്നുണ്ട്, മഹി മഹി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിക്ക് ബോധം തെളിയണമൊന്നുമില്ല. അന്നേരം അനന്ത് പറയുന്നുണ്ട്, കണ്ണൻ അവിടെ ചെന്നപ്പോൾ വളരെ മോശമായിട്ടായിരിക്കും പെരുമാറിയത്, അതുകൊണ്ടാണ് മഹാലക്ഷ്മി ഇങ്ങനെ ഇതായി പോയേക്കണേ, എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നതും വേഗം തന്നെ സ്ട്രെച്ചർ കൊടുന്ന് മഹാലക്ഷ്മിയെ അത് കയറ്റിക്കെടുത്തി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മിയെ ഐസിയുലേക്ക് കയറ്റിയതും ലേഹ അനന്തുവിനോട് ചോദിക്കുന്നുണ്ട്, അനന്തുവേട്ട ഈ വിവരം കണ്ണേട്ടനെ അറിയിക്കേണ്ടതെന്ന്, പിന്നെ കണ്ണനെ അറിയിക്കേണ്ടേ, എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ണനെ വിളിച്ച് വിവരം പറയണമെന്ന്. അങ്ങനെ അനന്തു ആണെങ്കിൽ കണ്ണൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് ലേഹയും വിളിക്കുന്നുണ്ടെങ്കിലും കണ്ണൻ ഫോൺ എടുക്കുന്നില്ല. ആ സമയത്ത് അനന്തു സാഗറിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട്, സാഗറെ മഹിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, കണ്ണനെ വിളിച്ചിട്ട് കണ്ണൻ ഫോൺ എടുക്കുന്നില്ല, നീ ഒന്ന് കണ്ണനെ വിളിച്ചേന്ന്. അങ്ങനെ സാഗർ ഫോൺ വിളിച്ചതും കണ്ണന് അറിയില്ല സാഗറിന് സത്യങ്ങൾ അറിയാമെന്ന്. അതുകൊണ്ട് തന്നെ കണ്ണൻ ഫോൺ എടുത്തിട്ട് എന്താ സാഗറേന്ന് ചോദിച്ചതും അതേ കണ്ണൻ സാറേ മഹാലക്ഷ്മി മേഡത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുക, മേഡത്തിന് സുഖമില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്ത് പറ്റി അയാൾക്ക്, അയാൾ കുറച്ച് നേരം മുമ്പാണല്ലോ എൻ്റെ ഓഫീസിൽ വന്ന് പോയത്, പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, അനന്തു സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പം കുഴഞ്ഞു വീണെന്നാണ് പറഞ്ഞത്, അനന്തു സാറും ലേഖ ചേച്ചിയും കൂടി അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്, കണ്ണൻ സാർ എത്രയും പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് വാങ്ങുക. അത് കേട്ടതും കണ്ണൻ ഞാൻ ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട്
പോവാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയാണെങ്കിൽ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച് കഴിഞ്ഞിട്ട് മുഖത്ത് വെള്ളം തെളിച്ചതും മഹാലക്ഷ്മിക്ക് ബോധം തെളിയുമ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മഹാലക്ഷ്മി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, താൻ ഒരുപാട് വീക്കാണല്ലോ എന്ന് പറയുമ്പം ഒന്നുമില്ല ഡോക്ടറെ, ചെറിയൊരു ടെൻഷൻ വന്നു, തല കറങ്ങണ പോലെ തോന്നി, പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണു, അതാ സംഭവിച്ചതെന്ന് പറയുമ്പോൾ എന്തായാലും തൻ്റെ കൂടെ വന്നേക്കണവരെ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഈ ഡോക്ടറാണെങ്കിൽ അനന്തുവിനെ ലേഖനെയും കാണാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ വന്നിട്ട് അനന്തുവിൻ്റെ അടുത്തും ലേഖയുടെ അടുത്തും മഹാലക്ഷ്മിയുടെ കൂടെ വന്നവരെ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അനന്തു ലേഖയും ഡോക്ടറെ കാണാനായിട്ട് കയറി ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും വീക്കായിട്ടുള്ള ഒരാളെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ആ കുട്ടിയെ നിങ്ങളാരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആ കുട്ടി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയത്. എന്തായാലും തൽക്കാലം അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യം സംശയത്തിലാവുമെന്ന്. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, ശരിക്കും മഹാലക്ഷ്മിക്ക് എന്താ പറ്റിയ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം ആ കുട്ടിക്ക് ഇപ്പോൾ ഓവർ ടെൻഷനുണ്ട്, ഇത്രയും ടെൻഷൻ ഈ സമയത്ത് പാടില്ല, ഇപ്പോൾ എന്തായാലും നമുക്ക് രക്ഷപ്പെട്ട് കിട്ടി, ഇനി മുന്നോട്ട് ഇതുപോലെ ടെൻഷനുമായിട്ട് ആ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ ഒന്നിലെ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, ഈ രണ്ടിലൊരാളെ നമുക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കണം. അത് കേട്ടതും നമ്മളുടെ അനന്തും ലേഖയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി നമ്മളുടെ കണ്ണൻ ഹോസ്പിറ്റലിൽ എത്തും. ഈ ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം കണ്ണന് മഹാലക്ഷ്മിയോടുള്ള ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് ഒരുമിച്ച് യോജിച്ച് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കണ്ണനോട് മഹാലക്ഷ്മി സത്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി വാമദേവൻ്റെ ഒരു കളിയും കണ്ണൻ്റെ അടുത്തോ മഹാലക്ഷ്മിയുടെ അടുത്തോ നടക്കുകയില്ല. അതുമാത്രമല്ല, അധികം വൈകാതെ തന്നെ നമ്മളുടെ മാർക്കോ എന്തായാലും തിരിച്ചു വരും. മാർക്കോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാർക്കോ തന്നെ പരിഹരിച്ചു കൊടുക്കുന്ന എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.